അസ്സലാമു അലൈക്കും. ഇന്ന് താജുൽ ഉലമ തങ്ങളുടെ 12ാമത്തെ ഉറൂസ് മുബാറക്കാണ്. അങ്ങനെ നേരെ എട്ടിക്കുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ താജുൽ ഉലമയുടെ ചാരത്തേക്ക് എത്തി. ഇതാണ് എട്ടിക്കുളം താജുൽ ഉലമ തങ്ങളുടെ മഖ്ബറ. അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ ചെയ്ത് ദുആ ചെയ്ത് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സ്ഥലത്താണ് ഇയാളെ കാണുന്നത്. ഇംഗ്ലീഷുകാരും അറബികളും കറുത്തവരും വെളുത്തവരും ഒന്നിച്ചിരുന്ന് പാടിയ പാട്ട്. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ടക്കൈലം വാങ്ങി തേച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, റോഡ് ബ്ലോക്കാകണ്ട, വാങ്ങി തേച്ചോളി, വഴി ബ്ലോക്കാകണ്ട, മാറും കേട്ടോളി. കാലുമുട്ട് വേദന സഹിക്കും നമ്മുടെ യാതന, മുട്ട് വേദന മൊയ്പ്പ് വേദന, വേഗം മാറിപ്പോകും ഓരോ വേദന. അപ്പോൾ ഇനിയാണ് മക്കളെ നമ്മൾ പരിപാടി, അതായത് വോളണ്ടറി. താജുൽ ഉലമയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഹിദ്മത്താണ്. അപ്പോൾ ഷീരണി പാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ പണി. അങ്ങനെ എല്ലാ നാട്ടുകാരും അവിടെ ഉണ്ട്. കർണാടകയിലുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ് ഇയാൾ. അങ്ങനെ നമ്മൾ ഷീരണി പാക്ക് ചെയ്യാനുള്ള ഏർപ്പാടിലാണ്. കർണാടകയിലുള്ള അധികം ആൾക്കാർ കർണാടകയിലുള്ള ആൾക്കാരാണ് ഉള്ളത്. അവിടുത്തെ എട്ടിക്കുളത്തെ ആൾക്കാരും ഉണ്ട്, പക്ഷേ കൂടുതലും ഉള്ളത് കർണാടകയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ഷീരണി പാക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. വൈകിട്ട് 3:30 വരെ നമ്മൾ പാക്ക് ചെയ്തു. ഇതാണ് ഷീരണി മേടിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും താജുൽ ഉലമ തങ്ങളുടെ ചാരത്തേക്ക് പോയി സിയാറത്തൊക്കെ ചെയ്തു. ആ കേൾക്കുന്ന പാട്ട് എവിടെയാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം, വാ. ഇവിടെയാണ് പാട്ട് ചങ്ങായിമാരെ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഷീരണി പാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രാത്രി 12 മണി വരെ നമ്മൾ പാക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ താജുൽ ഉലമ തങ്ങളുടെ വലിയ മകൻ, നമ്മളെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. രാത്രി 12:30-1 മണിക്ക് ഇറങ്ങി. രാവിലെ 3:30-4 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തി. അൽഹംദുലില്ലാ. പിന്നെ ഇതിൽ കിട്ടുന്നൊരു സുഖം വേറെ ഒരു ലഹരിക്കും കിട്ടൂല. അൽഹംദുലില്ലാ. അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.